സംസ്ഥാനത്ത് മണ്ണെണ്ണ കിട്ടാക്കനിയായി മാറുന്നുവെന്ന് വാർത്ത വരികയാണ്. റേഷൻ കടകളിലൂടെ സുഗമമായി ലഭിച്ചിരുന്ന മണ്ണെണ്ണ കിട്ടാതായിരിക്കുന്നു. അതോടെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. താലൂക്ക് തലത്തിൽ മണ്ണെണ്ണ ഗോഡൗണുകളൊക്കെ തന്നെ നിലച്ച മട്ടാണ് എന്ന് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. 3 മാസത്തിലൊരിക്കൽ AAY കാർഡുടമകൾക്ക് 1 ലിറ്ററും മുൻഗണനാ കാർഡുകാർക്ക് 1/2 ലിറ്ററും വീതമാണ് മണ്ണെണ്ണ ലഭിക്കേണ്ടത്. ഗ്യാസ് സ്റ്റൗ വ്യാപകമായെങ്കിലും ഒരു വിഭാഗം വീടുകളിൽ ഇപ്പോഴും മണ്ണെണ്ണ സ്റ്റൗ ഉണ്ട്. നിരവധി പേരാണ് ദിനംപ്രതി റേഷൻ കടയിൽ മണ്ണെണ്ണ ചോദിച്ചെത്തി നിരാശരായി മടങ്ങുന്നത്. മണ്ണെണ്ണ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 3 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട്. മണ്ണെണ്ണ വെച്ചാൽ ഈ മഞ്ഞക്കാടുകാർക്കും സ്റ്റോപ്പിക്കുള്ളൂ, AAYക്കും BPL മാത്രം മണ്ണെണ്ണയുള്ളൂ, ബാക്കി ആർക്കും മണ്ണെണ്ണയില്ല. മണ്ണെണ്ണ ശരിക്കും അത്യാവശ്യം ഒരു കാര്യമാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ മണ്ണെണ്ണ വെച്ചിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ശരിക്കും മണ്ണെണ്ണ അത്യാവശ്യമാണ് കടകളിൽ കൊടുക്കേണ്ടത്. കൊടുക്കണേ എല്ലാവർക്കും കൊടുക്കണം. നീലയ്ക്കും വെള്ളയ്ക്കും മഞ്ഞയ്ക്കും ചോപ്പിക്കും എല്ലാവരും കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ ഒരു വലിയ ഉപകാരം മണ്ണെണ്ണ വെച്ച് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. 4 മാസത്തിലധികമായി മണ്ണെണ്ണ ലഭിക്കുന്നില്ലെന്നാണ് റേഷൻ വ്യാപാരികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ മണ്ണെണ്ണ കിട്ടിയിട്ട് 3-4 മാസമായി മണ്ണെണ്ണ കൊടുത്തിട്ട്. പല സൈസ് സമയത്ത് പല കമ്മീഷനൊക്കെ ആയിട്ട് വരാറ്. കമ്മീഷൻ വളരെ കുറച്ച് കമ്മീഷൻ, അവിടെ നിന്ന് വണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന പൈസ പോലും ഈ കമ്മീഷനിൽ കിട്ടണില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ശരിക്കും നോക്കുകയാണെങ്കിൽ കമ്മീഷൻ വളരെ കുറവ് കമ്മീഷൻ. നേരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പെർമിറ്റ് മണ്ണെണ്ണ ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ എഞ്ചിനുകളെല്ലാം പെട്രോളും ഡീസലുമായതോടെ അതും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണെണ്ണ ലഭിക്കാതായതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പലരും കരിഞ്ചന്തയിൽ മണ്ണെണ്ണ വാങ്ങിയാണ് കടലിൽ പോകുന്നത്. ക്ഷാമം മുതലാക്കി കരിഞ്ചന്തക്കാർ വിലയും ഇരട്ടിയാക്കിയിട്ടുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ചതും ആവശ്യത്തിന് പമ്പുകളില്ലാത്തതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരുന്ന മണ്ണെണ്ണയ്ക്ക് നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും 2 തരം സബ്സിഡി ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി മണ്ണെണ്ണ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. 4 മാസത്തിലേറെയായി കാലിയായിരിക്കുന്ന മണ്ണെണ്ണ വീപ്പകളാണ്. സാധാരണക്കാർ മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ മണ്ണെണ്ണ ലഭിക്കാത്തതിനെ തുടർന്ന് ദുരിതത്തിലാണ്. ഇനിയും മണ്ണെണ്ണക്ഷാമം തുടർന്നാൽ റേഷൻ കടകളിലെ മണ്ണെണ്ണ മണം പോലും മായും. ക്യാമറമാൻ നിഖിൽ നിലയ്ക്കൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. നാട്ടുകാർ പറയുന്ന പരാതി കേട്ടല്ലോ, 4 മാസത്തിലധികമായി മണ്ണെണ്ണ കിട്ടുന്നില്ല. മണ്ണെണ്ണ സാധാരണ മനുഷ്യർക്ക് വളരെ ആവശ്യം വേണ്ട കാര്യമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് അവസരത്തിൽ ഈ മണ്ണെണ്ണ അത്യാവശ്യമാണ് അവരുടെ ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ. സമീപകാലത്ത് ഏറ്റവും വലിയ മണ്ണെണ്ണ ക്ഷാമമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മണ്ണെണ്ണ കിട്ടാത്തത് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മളെക്കാളിലും താഴെ ജീവിക്കണ കുറേ പേരുണ്ട്. അവർക്ക് അതുകൊണ്ട് വീട്ടിൽ കുറേ ആവശ്യങ്ങളുണ്ടാവും. അടുപ്പ് എത്തിക്കാനായാലും എന്തിനായാലും ഒരുവിധം ഇത്തിരി ഇതുള്ള ആൾക്കാരനുസരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഗ്യാസിന്റെ കണക്ഷൻ എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിന് പറ്റാത്ത ആൾക്കാർക്ക് ആകെയുള്ളൊരു മാർഗം മണ്ണെണ്ണ ഉപയോഗിച്ച് സ്റ്റൗ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഓപ്ഷൻ തന്നെ ഉള്ളൂ. അത് കിട്ടാണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരാണല്ലോ. കിട്ടാറില്ലേ? ഇപ്പൊ കുറെ നാളായിട്ട് കിട്ടാറില്ലേ? ഉപയോഗിച്ചിരുന്ന കിട്ടിയായിരുന്നതാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇല്ല. എത്ര മാസമായിന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. മണ്ണെണ്ണ വേണം, അത്യാവശ്യമൊക്കെ ആവശ്യങ്ങൾ വന്നാൽ മണ്ണെണ്ണ ഇനാച്ച് നോക്കാം. പറമ്പുകളും ഇതൊക്കെ ഉള്ളതല്ലേ. മണ്ണെണ്ണ തീരെ കുറച്ച് നാളായി. എന്തായാലും മണ്ണെണ്ണ ക്ഷാമം പരിഹരിക്കാൻ എത്രയും വേഗം നടപടികൾ എടുക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഷെബീർ മണ്ണാർക്കാട് പറയുന്നു, ഇന്ന് പൂർണ്ണ രൂപത്തിലുള്ള ഗുഡ് നൈറ്റ് വിത്ത് പ്രജിനൻ പ്രവിത വേണം. കാര്യം അതൊരു സ്ട്രെസ് റിലീഫ് പരിപാടിയാണ്. കാര്യം വയനാട്ടിലെ വാർത്തകളൊക്കെ കണ്ട് വലിയ സ്ട്രെസ്സായിട്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയ ജീവിതം തന്നെ കടന്നു പോകും. എനിക്കറിയാം ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ തുടങ്ങി. കാരണം ആൾക്കാർ കണ്ണീരിൽ മുങ്ങിക്കിടക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി. ഇന്നു മുതൽ നമുക്ക് കുറച്ച് അത്ര വേഗത്തിലല്ല, നമുക്ക് സാധാരണ പോലെ ഇന്നത്തെ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിനൻ പ്രവിത നമുക്ക് സംപ്രേഷണം ചെയ്യാം. പ്രേക്ഷകർ കാത്തിരുന്നുള്ളൂ.